നമസ്കാരം, സൂളോക്സിന്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ ഇന്ന് നമ്മളുള്ളത് വേമ്പനാട്ട് കായലിന്റെ ഭംഗിയൊക്കെ കണ്ടുകൊണ്ട് ഒരു ബോട്ട് യാത്രയാണ്. അപ്പോൾ അതിന്റെ കാര്യങ്ങൾ എങ്ങനെയെന്നൊക്കെ നമുക്ക് ഈ വീഡിയോയിലൂടെ കാണാം. അപ്പോൾ നിങ്ങൾ ആദ്യമായിട്ടാണ് ചാനൽ കാണുന്നുണ്ടെന്നുണ്ടെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും ബെല്ലൈക്കൺ അമർത്താനൊന്നും മറക്കരുത്. എല്ലാം ചെയ്തിട്ടോളി. കാറ് വള്ളത്തിലാണ് ഇപ്പൊ നമ്മൾ യാത്ര ചെയ്യുന്നത്. അപ്പോ ഏട്ടനാണ് നമുക്കിത് കാണിച്ചു തരാൻ വേണ്ടി വരുന്നത്. ഏട്ടന്റെ പേരെന്താ? സഞ്ജയ് ചേട്ടനാണ് നമ്മളിപ്പം വരുന്നത്. അപ്പോ ഞങ്ങൾ 2 മണിക്കൂറിനാണ് ഈ ബോട്ട് എടുത്തിട്ടുള്ളത്, ചിക്കാർ എടുത്തിട്ടുള്ളത്. അപ്പോ കാര്യങ്ങളൊക്കെ സഞ്ജയ് ചേട്ടൻ കാണിച്ചു തരും. നെഹ്റു ട്രോഫി വള്ളംകളിയില് ഫിനിഷിംഗ് പോയിന്റ് ആണ് ഇവിടെ. ജവഹർലാൽ നെഹ്റുവിന്റെ പ്രതിമ, ആ സ്റ്റാച്യുവിന്റെ അവിടെ ആണ് ഫിനിഷിംഗ് പോയിന്റ് വരുന്നത്. വളരെ അടിപൊളി നല്ലൊരു എക്സ്പീരിയൻസ് ആണ്. അതിന് മുന്നേ ഹൗസ് ബോട്ടിൽ വന്നിട്ടുണ്ട്, വൺ ഡേ വന്നിട്ടുണ്ട്. ഇപ്പോ ആദ്യമാണ് ഈ കൊറോണ ആയതുകൊണ്ട് ഈ ഒരു മേഖല ഇങ്ങനെ നിർജ്ജീവമായി കടന്നതായിരുന്നു. പക്ഷെ ഇപ്പോ ഇങ്ങനെ നിലവില് വരുന്നുണ്ട്. ടൈസൺ സെറ്റായി, സെറ്റല്ലേ. ഡിസംബർ ജനുവരി ഒക്കെ ഇതിന്റെ നല്ല സീസൺ ടൈമാണ്. പക്ഷെ ഈ കൊറോണ കാരണം ഫോറിനേഴ്സും കാര്യങ്ങളൊന്നും അധികം ഇറങ്ങുന്നില്ല. എന്തായാലും കൊറോണ ഒക്കെ മാറിയിട്ട് ഇത് പഴയ സ്ഥിതിയിലാവുന്ന നമുക്ക് പ്രതീക്ഷിക്കാം. അപ്പൊ നമുക്ക് എന്തായാലും ഈ ആലപ്പുഴയുടെ വേമ്പനാട്ട് കായലിന്റെ കാഴ്ചകൾ ആസ്വദിച്ചിട്ട് യാത്ര പോകും. കിഴക്കിന്റെ വെനീസ് എന്നാണ് ആലപ്പുഴ അറിയപ്പെടുന്നത്. ബ്രിട്ടീഷ് ഭരണകാലത്ത് ആലപ്പി എന്നുള്ളൊരു പേരും കൂടി ആലപ്പുഴയ്ക്ക് ഉണ്ടായിരുന്നു. അതുപോലെ തന്നെ പ്രശസ്തമായിട്ടുള്ള ഈ കേരളത്തിൻ്റെ ബാക്ക് വാട്ടേഴ്സ് സ്ഥിതി ചെയ്യുന്ന സ്ഥലം കൂടിയാണ് ആലപ്പുഴ. ആലപ്പുഴയുടെ പ്രകൃതി ഭംഗിയും അവരുടെ ജനങ്ങളുടെ ജീവിത ശൈലിയും ഒക്കെ നമുക്ക് ഈ ഒരു ഹൗസ് ബോട്ട് വഴി ശിക്കാര വെള്ളങ്ങളിലൊക്കെ യാത്ര ചെയ്യുമ്പോൾ നമുക്ക് അനുഭവിച്ചറിയാൻ വേണ്ടി കഴിയും. അതുപോലെ തന്നെ ഞങ്ങളിപ്പോൾ എടുത്തിട്ടുള്ളത് 2 മണിക്കൂറിനാണ്. ഞങ്ങൾക്ക് ചാർജ് വന്നിട്ടുള്ളത് 1000 രൂപയാണ് 2 മണിക്കൂറിന്. ഡിസംബർ ജനുവരി മാസങ്ങൾ എന്ന് പറഞ്ഞാൽ ആലപ്പുഴയിൽ സീസൺ ടൈം ആരംഭിക്കുകയാണ്. അപ്പോൾ ഈ ഷിക്കാര വെള്ളങ്ങൾക്ക് 1000, 1500 ഒക്കെ പെർ മണിക്കൂർ വെച്ചിട്ട് ചാർജ് ഈടാക്കുന്നതാണ്. ഈ യാത്രയിൽ നമുക്ക് ഒരുപാട് സിനിമ ലൊക്കേഷൻസും അതുപോലെ തന്നെ കുട്ടനാടിൻ്റെ സാധാരണ ജീവിതമൊക്കെ നമുക്ക് അടുത്ത് കാണാൻ വേണ്ടിയിട്ട് ഇത്തരം ഷിക്കാര യാത്രയും ഹൗസ് ബോട്ട് യാത്രയൊക്കെ നമ്മളെ സഹായിക്കും. വളരെ മികച്ചൊരു എക്സ്പീരിയൻസ് ആണ് നമുക്ക് ഈ ഒരു യാത്രയിലൂടെ ലഭിക്കുന്നത്. കുട്ടനാടൻ മാർപ്പാപ്പ, അതുപോലെ തന്നെ പുള്ളിപ്പുലികളും ആട്ടിൻകുട്ടിയും എന്നുള്ള നമ്മളെ ചാക്കോച്ചൻ്റെ 2 പടങ്ങൾ ഷൂട്ട് ചെയ്തത് ആ കാണുന്ന ആ ഒരു ലൊക്കേഷനിലാണ്. ആ ഒരു സോങ് സീനൊക്കെ ഷൂട്ട് ചെയ്തത് അവിടെയാണ്. അതുപോലെ തന്നെ ആ അമ്മയും ചാക്കോച്ചനും കൂടി കുട്ടനാടൻ മാർപ്പാപ്പയുടെ സംസാരിക്കുന്നതൊക്കെ അവിടെ വെച്ചിട്ടാണ് ഷൂട്ട് ചെയ്തിട്ടുള്ളത്. അപ്പോൾ വളരെ മനോഹരമായിട്ടുള്ള ഒരുപാട് സിനിമകളുടെ ലൊക്കേഷനായിട്ട് പ്രവർത്തിച്ചിട്ടുള്ള ഒരു സ്ഥലം കൂടിയാണ് ഈ കുട്ടനാടും ആലപ്പുഴയൊക്കെ. ഫ്രണ്ട്സായിട്ടും ഫാമിലി ആയിട്ടും ഒക്കെ വരുന്ന ആളുകൾക്ക് ലോ ബഡ്ജറ്റിൽ ആലപ്പുഴയും കുട്ടനാടൊക്കെ എക്സ്പ്ലോർ ചെയ്യാനാണ് താല്പര്യമെങ്കിൽ ഈ ശിക്കാര വെള്ളങ്ങളും അതുപോലെ തന്നെ ചെറിയ ബോട്ടുകളൊക്കെ കുട്ടനാട്ടിൽ അവൈലബിൾ ആണ്. ഹൗസ് ബോട്ട് എടുക്കാതെ തന്നെ നമുക്ക് കുട്ടനാട് അതുപോലെ തന്നെ വേമ്പനാട്ട് കായലൊക്കെ എക്സ്പ്ലോർ ചെയ്യാൻ വേണ്ടിയിട്ട് ഈ ഷിക്കാര വള്ളങ്ങൾ നമുക്ക് സമ്മാനിക്കും. അതുപോലെ തന്നെ ഫ്രണ്ട്സായിട്ട് നല്ല ഒരു
ടൈം സ്പെൻഡ് ചെയ്യാൻ ഇൻട്രസ്റ്റ് ഉള്ള ആളുകൾക്കൊക്കെ ഈ ശിക്കാര വെള്ളങ്ങളും അതുപോലെ തന്നെ കുട്ടനാട്ടിലെ ഹൗസ് ബോട്ടൊക്കെ ഒരു നല്ലൊരു ഓപ്ഷനാണ്. വളരെ പീസ്ഫുള്ളായിട്ടുള്ള ഒരു ഡെസ്റ്റിനേഷനാണ് ആലപ്പുഴ.